ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അകാലനര. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും ഒക്കെ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതിനെല്ലാം പറ്റിയ നല്ലൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അകാലനര, മുടി കൊഴിച്ചിൽ, അതുപോലെ താരന്, ഇതിനൊക്കെ പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ അതിനെല്ലാം പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇന്നത്തെ ഒരു റെമഡി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിന് ആദ്യം വേണ്ടിയത് വാളംപുളിയാണ്. നമ്മൾ വാളംപുളി സാധാരണ കറികൾക്കകത്ത് മെയിനായിട്ട് സാമ്പാറിനകത്ത് ഇടാനായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ചെമ്പ് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ആണെങ്കിലും നമ്മൾ ക്ലീനിങ് പർപ്പസിനാണെങ്കിലും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വെജിറ്റബിളൊക്കെ കഴുകുന്നതിനാണെങ്കിലും നമ്മൾ പുളി വെള്ളത്തിൽ കഴുകിയെടുക്കാറുണ്ട്. അതിനപ്പുറം നമ്മൾ അധികമൊന്നും നമ്മൾ അങ്ങനെ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ആ മഞ്ഞൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുക്കി ഒന്ന് എടുക്കണം. പുളിയിലെ വൈറ്റമിൻ സി, ഫ്ലേവനോയിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആൽഫ ഹൈഡ്രോക്സിൻ ആസിഡുകൾ തുടങ്ങിയ പോഷകങ്ങൾ അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നുള്ള ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സ്കിന്നിനെയും അതേപോലെ തന്നെ മുടിയെയും സംരക്ഷിക്കുന്നു. വെള്ളം ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആ കട്ടിയായിട്ട് ഉള്ള ആ പുളി ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചൊന്ന് ഇടുന്നുണ്ട്. അത് ചൂടായി വരുന്നതനുസരിച്ച് അത് നന്നായിട്ടത് അലുത്ത് ആ വെള്ളമായിട്ട് ചേർന്ന് വരും. അരിപ്പയെന്നുള്ളത് പുളിയുടെ ആ ചണ്ടി തന്നെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തേ ഉള്ളൂ. വേറെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. വേറെ ടിപ്പിന് വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ അത് വെറുതെ കളയണ്ട. അപ്പോൾ ഇത് കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. തരത്തിലുള്ള മുടിയുടെയും സ്കിന്നിൻ്റെയും പ്രശ്നങ്ങൾക്കുള്ള ഒരു വീട്ടുവൈദ്യം തന്നെയാണ് ഈ പുളി എന്നുള്ളത്. പക്ഷേ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി പറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് അതങ്ങ് അരിച്ചെടുക്കുന്നത്. അന്നേരം തന്നെ അരിച്ചെടുക്കുവാണ്. ഇപ്പം കാണിക്കുന്ന ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ഈ പുളിയുടെ വെള്ളം നല്ല കുറുകിയായിട്ടാണ് വേണ്ടിയത്. അപ്പം ഞാൻ എടുത്തത് അധികം അങ്ങനെ കുറുകി വന്നിട്ടില്ല. ഇനി അതിലേക്ക് ഒരു സ്പൂണ് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ തേനും മഞ്ഞളും ചേർത്തിട്ടുണ്ട്. അതും ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഉണ്ടാക്കിയ ഈ മിശ്രിതം ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു തിളക്കം കൈക്ക് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് സ്കിന്നിലൊക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. പുളിയിലെ ഹൈലൂറോണിക് ആസിഡ് ചർമ്മത്തെ ഈർപ്പവും പോഷണവും നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ്. അതേപോലെ ആൻറ്റിസെപ്റ്റിക്കുമാണ്. അപ്പോൾ ചർമ്മ രോഗത്തെയൊക്കെ തടയുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സും ഹെയർ ഓയിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ കയറി കാണുക. എന്നിട്ട് അതൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ചോദിച്ചത് അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് വരും. അപ്പോൾ അത് നന്നായിട്ട് ഞെരടി നന്നായിട്ട് അത് എടുക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ താരന് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു പരിഹാര മാർഗ്ഗം തന്നെയാണിത്. മുടിയുടെ ഹെയർ ഫോളിക്കിനെ ഒക്കെ നല്ല സ്ട്രോങ് ആക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്.
അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ അതൊന്ന് പിഴിഞ്ഞ് നല്ല അതിൻ്റെ പൾപ്പൊക്കെ ഒന്ന് എടുക്കണം. വാളംപുളിക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ കടലമാവിൽ ശകലം വാളംപുളിയുടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാച്ചുറൽ ബ്ലീച്ച് തന്നെയാണിത്. നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഇനി അത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാളംപുളി എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളംപുളി എടുക്കണം. ഇപ്പോൾ ഇത് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കി ഡ്രൈ ആക്കി വെച്ചെടുക്കുന്നതും അതുപോലെ ശകലം ഉപ്പൊക്കെ ഇട്ടെടുക്കുന്നതായിരിക്കും അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാളംപുളിയുടെ പൾപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല വിധത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഇത്. ഒരു പിടി പുളി മതി മുടി കൊഴിച്ചിൽ, മുടിയുടെ കരുത്ത്, കഷണ്ടി, താരൻ, തലയിലെ ചൊറിച്ചിൽ ഇതിനെല്ലാം ഒരു പരിഹാര മാർഗം തന്നെയാണ് ഈ വാളംപുളി എന്നുള്ളത്. അങ്ങനെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് 1 സ്പൂണ് തേൻ ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കുന്നുണ്ട്. താരന് നല്ലൊരു റെമഡി തന്നെയാണ് ഇത്. നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുളി പിഴിഞ്ഞ വെള്ളത്തിൽ നമ്മൾ ഈ തേൻ ചേർത്ത് തലയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഇങ്ങനെ കഴുകുകയാണെങ്കിൽ തന്നെ അകാല നരയെ ചെറുക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് ഇത്. മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തലയോട്ടിയിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മുടിയിൽ ഇത് നന്നായിട്ട് ഇത് കഴുകി കളയണം. ഇപ്പോൾ കഴുകി കളയുന്ന സമയത്ത് നമുക്ക് ഷാമ്പു വെച്ച് തന്നെ ഇത് കഴുകി കളയണം. അതേപോലെ ചിലരുടെ മുടിയിലൊക്കെ നല്ലോണം എണ്ണമയം ഉണ്ടാകാറുണ്ട്. അത് കാരണം പിമ്പിൾസ്, മുഖത്തൊക്കെ കുരുകളൊക്കെ വരുന്നതിനൊക്കെ കാരണമാകും. അതിനൊക്കെ തടയാനായിട്ട് ഈ രീതിയിൽ തല കഴുകുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മുടി ഷാമ്പു വെച്ച് തന്നെ നല്ല വെള്ളത്തിൽ തന്നെ കഴുകി കളയണം. അതേപോലെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. ഞാൻ പുളിയുടെ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് കാണിച്ചത്. അതേപോലെ പുളിയുടെ കുരു ഒരുപാട് ഗുണമുള്ളതാണ്. അതേപോലെ പുളിയുടെ ഇലയാണെങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പുളിയുടെ ഇല നന്നായി കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ബോയിൽ ചെയ്തെടുക്കണം. അങ്ങനെ ബോയിൽ ചെയ്തെടുത്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് കിട്ടുന്ന ആ ജ്യൂസിൽ നമ്മൾ തേന് 1 സ്പൂണ് മിക്സ് ആക്കിയിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുളിയുടെ ഇലയ്ക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കാരണം മുടിയുടെ റൂട്ടിനൊക്കെ സ്ട്രെങ്തൻ ആക്കുന്നതിനും താരനൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ നല്ലൊരു റെമഡി തന്നെയാണിത്. ഈ പുളിവെള്ളം കൊണ്ടുള്ള ഹെയർ കെയർ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.